ഈ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും ഇന്ത്യ മുന്നണിയുടെ യോഗം ഇപ്പോൾ നടന്നല്ലോ, അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിൽ നിന്നും അവരുടെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയുന്ന ഖാർഗേജി ഉണ്ടായിരുന്നു, ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ശ്രീമതി സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, മറ്റ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. CPM പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാ നേതാവ് സഖാവ് ജോൺ ബ്രിട്ടാസും ഞാനുമാണ് പങ്കെടുത്തത്. അവിടെ ചർച്ചയ്ക്ക് വേണ്ടി പൊതുവിൽ ആളുകൾ പരസ്പരം ആലോചിച്ച് സർക്കുലേറ്റ് ചെയ്ത വിഷയങ്ങൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനം പഹൽഗാമിൽ നടന്ന അതിനിന്ദ്യമായിട്ടുള്ള ഭീകരവാദ ആക്രമണവും അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളിൽ അതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. പ്രധാനമന്ത്രി ആൾ പാർട്ടി മീറ്റിങ്ങുകൾ ഒന്നിലധികം കൂടിയെങ്കിലും അതിലൊന്നിലും പങ്കെടുക്കാതെ ബീഹാറിലെ മുൻകൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, അതിന് തയ്യാറായില്ല. ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ പ്രത്യേക അസംബ്ലി സെഷൻ വിളിച്ചു കൂട്ടിയിരുന്നു, പക്ഷേ പ്രധാനമന്ത്രി തയ്യാറായില്ല. ഈ പ്രശ്നം അതിഗൗരവമായിട്ട് ഉന്നയിക്കണം. 2, ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ SIR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇലക്ട്രൽ റോള്. ഇത് മാത്രമല്ല, ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് CPM പ്രതിനിധീകരിച്ച് സംസാരിച്ചപ്പോൾ അവിടെ അവതരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഈ അടുത്ത നാളുകളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ബൂത്ത് തലത്തിലുള്ള ഇലക്ടറൽ ഓഫീസർമാരെ വരെ വിളിച്ച് ഒരു പരിശീലനം എന്നുള്ള പേരിൽ അവർ ചില ചർച്ചകൾ നടത്തി. അവിടെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് സംസാരിച്ചവർ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം വളരെയധികം അപകടകരമാണ്. അത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ 2 or 3 ദിവസം ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്നവരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ പിന്തുടർന്നു പോന്നിട്ടുള്ളത് 6 മാസമെങ്കിലും ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഇലക്ടറൽ റോളിലേക്ക് പുതുതായിട്ട് അവരുടെ പേര് ചേർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് ആളുകളെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റാനുള്ള പ്രവർത്തനം SIR എന്നുള്ള പേരിൽ ഇവർ നടത്തുന്നു. മറുഭാഗത്ത് സംഘപരിവാറിൻ്റെ ആളുകൾ കൊണ്ടുവന്ന് ചേർക്കാൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും. അവരെ ഒരു പരിശോധനയും കൂടാതെ ചേർക്കാൻ ബൂത്ത് ലെവൽ ഇലക്ടറൽ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന ഒരു നിർദ്ദേശം വാക്കാൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ വരെ വിളിച്ചിട്ട് പറയുകയാണ്. അപ്പം നേരിട്ട് പറയുമ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ നേരിട്ട് പറയുമ്പോൾ അവരെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ ഒരു നീക്കമുണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ അത് CPIM അവതരിപ്പിച്ചത്. അതും ഗൗരവമായിട്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പുറമേ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവിയുടെ പ്രശ്നമുണ്ട്. അവിടെ 1931 മുതൽ ആചരിക്കുന്ന രക്തസാക്ഷി ദിനത്തിൽ രക്തസാക്ഷികളെ ആദരവർപ്പിക്കാൻ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോകാൻ പറ്റുന്നില്ല. മുഖ്യമന്ത്രി പോകാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ കയ്യേറ്റം ചെയ്തതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ CPM പ്രതിനിധി എന്നുള്ള നിലയിൽ അവിടെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെട്ട 9 വിഷയങ്ങൾക്ക് പുറമേ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷക ആത്മഹത്യ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ട, ആദിവാസികളെ മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊല്ലുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ വിദേശികളെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ബംഗാളി സംസാരിക്കുന്നവരെയും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരെയും ഇന്ത്യക്ക് പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കടത്തുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഈ ആൾ പാർട്ടി മീറ്റിങ്ങിൽ ചർച്ച ചെയ്തു. ഫിസിക്കലായിട്ടുള്ള മീറ്റിംഗ്, ഇതിപ്പോൾ ഓൺലൈനാണല്ലോ ഇന്ന് നടന്ന മീറ്റിംഗ്, നേരിട്ട് പാർട്ടി പ്രതിനിധികൾ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു യോഗം അധികം താമസിയാതെ ഏറ്റവും വൈകിയാൽ ആഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ തന്നെ നടത്തണം എന്നുള്ളൊരു പൊതുധാരണ ഇന്നെടുത്തിട്ടുണ്ട്. ഇതിന് പുറമേ പ്രതിപക്ഷ പാർട്ടി, ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാർ കൂടി പങ്കെടുത്തുകൊണ്ടും പാർലമെൻറ്റ് അംഗങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടും ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർലമെൻറ്റിന് പുറത്തുള്ള ചില സമരപരിപാടികളെക്കുറിച്ചുമുള്ള ആലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഏതെല്ലാം വിഷയങ്ങൾ ഏത് മുൻഗണനാക്രമത്തിലാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം ഫ്ലോർ ലീഡർമാർ രാജ്യസഭയിലെയും ലോക്സഭയിലെയും
പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ കൂടിയാലോചിച്ച് തീരുമാനിക്കാനുമാണ് ഇന്ന് ധാരണയായിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളടക്കം. ആ വിഷയങ്ങൾ വല്ലതും ചർച്ചയായിരുന്നു? ഇന്ത്യ ബ്ലോക്കിൽ ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിൽ പങ്കെടുത്തവർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എല്ലാവരും ജനാധിപത്യപരമായി ചർച്ച ചെയ്ത് പൊതുവായ തീരുമാനങ്ങൾ എത്തുകയാണ്. ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ സഖാവ് പറഞ്ഞത് ആ ഒരു പാർട്ടി മാത്രം പങ്കെടുത്തില്ല, ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഇതിൽ പങ്കെടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു നല്ല സന്ദേശമാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ആം ആദ്മിയെ കൂടി ചേർത്ത് നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുക? അല്ല, അത് ഇന്ത്യ മുന്നണി ഇപ്പം ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ചില പാർട്ടികൾ ചില ഘട്ടങ്ങളിൽ വിട്ടുനിന്നതുപോലുള്ള പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ബ്ലോക്ക് കൂടുതൽ ശക്തി ആർജിച്ച് ഇന്നില്ലാത്ത കൂടുതൽ പാർട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തും. ഇന്ന് ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ മാത്രമായിട്ട് ഇപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. നാളത്തെ സർവകക്ഷി യോഗത്തിൽ അല്ല, ഇന്ന് ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ചർച്ച ചെയ്ത് ചില പൊതുധാരണകൾ എത്തിയിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടികൾ ഓരോന്നും അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കും.